ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മൾ ഫ്ലട്ടർ പ്രൊജക്റ്റിൽ നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഫയർബേസ് പുഷ് നോട്ടിഫിക്കേഷൻസ് എങ്ങനെ നമ്മൾ ഫ്ലട്ടർ ആപ്പിൽ വരുത്താമെന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ഫോർ ബോത്ത് ആൻഡ്രോയിഡ് iOS അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത്രയും കുറഞ്ഞ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് നമ്മുടെ ആപ്പിൽ പുഷ് നോട്ടിഫിക്കേഷൻസ് വരുത്താം. അത് വെച്ചാൽ ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഫയർബേസ് CLI ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ പുഷ് നോട്ടിഫിക്കേഷൻ നമ്മളെ ആപ്പിലേക്ക് വരുത്തുന്നത്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫയർബേസ് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ, എന്ന് വെച്ചാൽ നമ്മൾ ഫയർബേസ് കൺസോളിൽ പോയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു ഇവിടെ പറയുന്നുണ്ട് ഓപ്പൺ ഫയർബേസ് കൺസോൾ, ക്രിയേറ്റ് പ്രൊജക്റ്റ്, എൻ്റർ പ്രൊജക്റ്റ് നെയിം, ഡിസേബിൾ ഗൂഗിൾ ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ CLI ടൂള് നമുക്ക് ഫയർബേസ് ടൂൾസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. എന്നുവെച്ചാൽ അതിന് നമുക്ക് NPM എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അതിന് NPM വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ Node.js അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ NPM എന്ന് പറഞ്ഞ കമാൻഡ് ടൂൾസ് വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫയർബേസിന്റെ വേർഷൻ ചെക്ക് ചെയ്യാനും, പിന്നെ ലോഗിൻ ഫയർബേസ് വെച്ചാൽ ഫയർബേസിലേക്ക് ലോഗിൻ ചെയ്യാം. പിന്നെ ഇൻസ്റ്റാൾ ഫ്ലട്ടർ CLI എന്ന് പറഞ്ഞ ഇത് നമ്മൾ ഇതിൽ ചെയ്യണം. അതിന് ശേഷം നമ്മൾ അതിൻ്റെ വെരിഫൈ ചെയ്യണമെങ്കിൽ നമുക്കത് വേർഷൻ കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ പാത്ത് നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ വരുന്നത് ഫയർബേസ് ടു ഫ്ലട്ടർ പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫയർബേസ് നമ്മളെ ഫ്ലട്ടർ പ്രൊജക്റ്റിലേക്ക് കൊടുക്കണം. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലോബലി ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ ഇൻസ്റ്റാൾ ഫയർബേസ് ടൂൾ എന്ന് പറഞ്ഞിട്ട്, പിന്നെ നമ്മൾ ഫയർബേസ് ആപ്പിന്റെ വെച്ചാൽ നമ്മളെ പ്രൊജക്റ്റിന്റെ ഫോൾഡറിന്റെ അകത്ത് നമ്മൾ ഫ്ലട്ടർ കോൺഫിഗർ ചെയ്യുക. അപ്പോൾ അതിൽ നമ്മൾ ഫയർബേസിൽ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. പിന്നെ അത് ഏതെല്ലാം ഇതിൽ വേണമെന്നുണ്ട്, ആൻഡ്രോയിഡ് iOS വെബ് ഇതിലൊക്കെ വേണമെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ്രോയിഡ് പ്രൊജക്റ്റ് മാത്രമാണെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് മാത്രം സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമ്മൾ പ്രൊജക്റ്റിൻ്റെ അകത്ത് നമുക്ക് ലിബിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ആവും. പിന്നെ ബാക്കി കോൺഫിഗറേഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ അത് സെറ്റപ്പ് ആവും. പിന്നെ ഫയർബേസ് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഫയർബേസ് കോർ എന്ന് പറഞ്ഞ ഇത് നമ്മളെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് പുഷ് നോട്ടിഫിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫയർബേസ് മെസ്സേജിംഗ് എന്ന് പറഞ്ഞ സർവീസ് നമ്മൾ അതുകൂടി ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഒതന്റിക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ സർവീസ് എന്താ വെച്ചാൽ കൊടുക്കുക. ഡാറ്റാബേസ് വെച്ചാൽ നമ്മൾ ഡാറ്റ സേവ് ചെയ്യാൻ ഫയർബേസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ബാക്ക് എൻഡ് ഫയർബേസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സർവീസിന് എന്താ വേണ്ടിച്ചാൽ അതോടെ കൊടുക്കുക. പിന്നെ നമ്മളെ ഫ്ലട്ടർ പ്രൊജക്റ്റിലെ മെയിൻ .dart അകത്ത് ഇത്രയും കോൺഫിഗറേഷൻസ് കൊടുത്താൽ അത് എന്ത് ചെയ്യാം, എന്നുവെച്ചാൽ നമ്മളെ പ്രൊജക്റ്റിന്റെ അകത്ത് ഫയർബേസ് കണക്ട് ആയി വെച്ചാൽ ഇതുകൂടി കൊടുത്തിട്ട് നമുക്ക് നമ്മളെ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിയാൽ നമ്മളെ ഫയർബേസ് റണ്ണിങ് കണക്ഷൻ ഓക്കെ ആണോ നമുക്ക് അറിയാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തു പോകാം. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മളെ ഫയർബേസ് കൺസോൾ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മളെ ഫ്ലട്ടറിന്റെ അകത്ത് അല്ലെങ്കിൽ നമ്മളെ എഡിറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇത്രയും സ്റ്റെപ്പുകൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫയർബേസ് കൺസോളിന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഈ ലിങ്കിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതിലിവിടെ ഗോ ടു കൺസോൾ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫയർബേസിന്റെ കൺസോൾ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കൊരു ഇമെയിൽ ID വെച്ചിട്ട് ഇതിൽ ലോഗിൻ ചെയ്യാം. അത് ഓൾറെഡി ലോഗിൻ ചെയ്ത അക്കൗണ്ട് ആയതുകൊണ്ടാണ് അത് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളാണ്. നമുക്ക് പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ക്രിയേറ്റ് ന്യൂ ഫയർബേസ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മളെ ഫയർബേസിന്റെ പ്രൊജക്റ്റിന്റെ പേര് നമ്മളിവിടെ കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഫയർബേസ് ടെസ്റ്റ് എന്ന് കൊടുത്തു. അപ്പോൾ ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ
നെക്സ്റ്റ് ഇവിടെ എനേബിൾ ജെമിനി ഇൻ ഫയർബേസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അത് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡിസേബിൾ ചെയ്യാം. നെക്സ്റ്റ് കണ്ടിന്യൂ കൊടുക്കാം. പിന്നെ ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് വേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസേബിൾ ആക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന് പറയാം. ഇവിടെ യുവർ ഫയർബേസ് പ്രൊജക്ട് ഈസ് റെഡി, കണ്ടിന്യൂ എന്ന് കൊടുത്താൽ ആ പ്രൊജക്റ്റിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് പോകുന്നുണ്ട്. കണ്ടോ? അപ്പൊ ഇവിടെ ഇതിന്റെ കാറ്റഗറീസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇത് ബേസിക് ആയിട്ട് സ്പാർക്ക് എന്ന് പറഞ്ഞ പ്ലാനിലാണ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് നോ കോസ്റ്റ് എന്ന് കൂടെ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ലിമിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അവിടെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ആഡ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് CLI അല്ലാതെ നമുക്ക് ആപ്പിൾ iOS വേണ്ടിയിട്ടോ ആൻഡ്രോയിഡിന് വേണ്ടിയിട്ടോ വെബിന് വേണ്ടിയിട്ടോ അങ്ങനെ ഫ്ലട്ടർ അങ്ങനെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ ആൻഡ്രോയിഡ് ആണെങ്കിൽ നമുക്ക് നമ്മളെ പ്രൊജക്ട് ID ഒക്കെ വെച്ചിട്ട് നമുക്ക് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിന്റെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫയർബേസ് CLI എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിൽ കണക്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം പറഞ്ഞു നമുക്ക് ഫയർബേസ് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിന്റെ പ്രൊജക്ട് നെയിം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്രിയേറ്റ് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. നമ്മള് വിഷ്വൽ സ്റ്റുഡിയോയിൽ ഒരു പുതിയ പ്രൊജക്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ടെർമിനലിൽ പോയിട്ട് അല്ലെങ്കിൽ കമാൻഡ് വെച്ചാൽ നമ്മളെ കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് നമുക്ക് Node.js അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് npm യൂസ് ചെയ്തിട്ട് ഫയർബേസ് ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമുക്കിവിടെ കമാൻഡ് ലൈൻ എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ ടെർമിനലിന്റെ അകത്തുള്ള കമാൻഡ് ലൈനോ അല്ലെങ്കിൽ പവർഷെല്ലൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് ഫസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്ലോബലി ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കണ്ടോ അവിടെ. പിന്നെ നമുക്ക് ഇവിടെ പ്രൊജക്ട് ഫോൾഡറിന്റെ അകത്ത് അപ്പൊ ഇത് ഇങ്ങനെ ചെയ്താലും നമുക്കിത് ഗ്ലോബലി തന്നെയാണ് ഇത് ഇൻസ്റ്റാൾ ആവുക. മറ്റേത് വെച്ചാല് പിന്നെ നമ്മള് ഓട്ടോമാറ്റിക്കലി ഇതിൽ ടെർമിനൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മളെ പ്രൊജക്ട് ഫോൾഡറിന്റെ അകത്ത് നിൽക്കുക. അപ്പൊ പിന്നീട് നമുക്കിത് പ്രൊജക്ട് ഫോൾഡറിന്റെ അകത്തേക്ക് നമ്മള് കയറേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പൊ എന്ത് ചെയ്യാം, നമ്മള് ഫസ്റ്റ് നമ്മള് ഇതില് ഇപ്പൊ Node.js ഇല്ല. അപ്പൊ Node.jsന്റെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് Node.v അടിച്ചാൽ നമുക്ക് Node.jsന്റെ വേർഷൻ ഇവിടെ കാണാൻ പറ്റും. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഗൂഗിളിൽ പോയിട്ട് നമ്മൾ Node.js ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ഫയർബേസിന്റെ ഡോക്യുമെന്റേഷൻ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. എന്താണ് വിൻഡോസിന്റെ എങ്ങനെ ചെയ്യേണ്ടത്, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഫയർബേസ് ലോഗിന്, ഫയർബേസ് പ്രൊജക്ട് ലിസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിൻഡോസ് മാക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഫയർബേസ് ടൂൾസ് ആണ്. അപ്പൊ നമുക്ക് അടുത്തത് നമ്മള് ഇവിടെ npm വേണ്ടിയിട്ട് നമ്മൾ Node.js എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ Node.js ടൈപ്പ് ചെയ്തു. അപ്പൊ Node.jsന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ഇവിടെ ഗെറ്റ് Node.js എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് കണ്ടോ. അപ്പൊ നമ്മളൊരു സ്റ്റേബിൾ ആയിട്ടുള്ള വേർഷൻ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ലേറ്റസ്റ്റ് LTS വേർഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഡൗൺലോഡ് കൊടുക്കാം. അവിടെ ഗെറ്റ് Node.js കൊടുക്കുക. നമ്മളിവിടെ Node.jsന്റെ വേർഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ LTS വേർഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ വിൻഡോസ് ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കാം. 24 MSI എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു, ഇൻസ്റ്റാൾ. അതിനുശേഷം നമ്മൾ ഫിനിഷ് കൊടുത്തു. ഇനി നമ്മളെ ടെർമിനലിൽ അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, Node.jsന്റെ വേർഷൻ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. എക്സ്റ്റേണൽ കമാൻഡ് ബാച്ച് ഫയൽ കംപ്ലീറ്റ് കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നമ്മളെ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട്
നമുക്കൊന്ന് നോക്കാം. നമുക്ക് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എടുക്കാം. നോഡ് അപ്പൊ നമ്മളെ നോഡ് ജെഎസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് NPM ടൂള് വന്നിട്ടുണ്ടോ നമുക്ക് അതിന്റെ വെർഷൻ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് വരുന്നത് നമ്മളെ കമാൻഡ് ലൈൻ ഫയർബേസിന്റെ ടൂൾ എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പൊ അതിനായിട്ടുള്ള ഇതാണ് ഇവിടെ NPM ഇൻസ്റ്റാൾ ഫയർബേസ് ടൂൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് കമാൻഡ് ഇതില് നമുക്ക് ചെയ്യാം. ഇതില് നമ്മള് ടൂൾസ് കൊടുത്തു ഇൻസ്റ്റാൾ ചെയ്യാം. അതോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ചെയ്തു. അപ്പൊ അതിന്റെ ഇത് അറിയണമെങ്കിൽ നമുക്കിവിടെ ഫയർബേസ് വേർഷൻ കൊടുത്താല് നമുക്ക് ഫയർബേസ് ടൂൾസ് നമുക്ക് ഫയർബേസ് CLI ടൂൾസ് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പൊ ഇതിന് ഏത് പ്രൊജക്റ്റിനും നമുക്ക് യൂസ് ചെയ്യട്ടെ. നമ്മൾ ഫ്ലട്ടറിലെ ഏത് പ്രൊജക്റ്റ് നമ്മളത് ഗ്ലോബലി ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മളെ പ്രൊജക്റ്റിലേക്ക് നമ്മൾ ഫയർബേസിൽ പോയിട്ടുള്ള കയറിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റ് മാത്രമാണ് നമ്മൾ അതിലേക്ക് സെറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് നമുക്ക് ഫയർബേസ് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഫയർബേസ് ലോഗിൻ സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യാം, അതോടെ നമ്മൾ പേസ്റ്റ് ചെയ്തു. അവിടെ എനേബിൾ ജെമിനി ഇൻ ഫയർബേസ് ഫീച്ചേഴ്സ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. S വേണമെങ്കിൽ S കൊടുക്കാം. ഇവിടെ S കൊടുത്തു. അലോ ഫയർബേസ് ലെറ്റർ ഇൻഫർമേഷൻ കൊടുത്തു. നമ്മളെ ഒതന്റിക്കേഷൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ അലോ കൊടുത്തിട്ടുണ്ട്. JS-ൻ്റെ അത് നമ്മൾ ഏത് മെയിൽ ID വെച്ചിട്ടാണോ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചാൽ ആ മെയിൽ IDയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, അത് നമ്മൾ കണ്ടിന്യൂ കൊടുത്തു. നമ്മളിവിടെ അലോ കൊടുത്തു. കണ്ടോ, നമ്മളെ ഫയർബേസ് CLI ലോഗിൻ സക്സസ്ഫുൾ എന്നിവിടെ കാണിച്ചിട്ടുണ്ട്. അത് ഇനി നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ ഇതിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ പറഞ്ഞിട്ട് നമ്മളെ ഇമെയിൽ ID നമുക്കിവിടെ കാണുന്നുണ്ട്. അതിന് ശേഷം ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ഫയർബേസ് ടൂൾസ് അല്ലെങ്കിൽ ഫയർബേസ് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഫയർബേസിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇൻസ്റ്റാൾ ഫ്ലട്ടർ ഫയർ CLI എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ കമാൻഡ് നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് ഫയർബേസ് CLI നമ്മൾ ആക്ടിവേറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. അതിനായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് സക്സസ്ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ വേർഷൻ ചെക്ക് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പൊ നോഡാണെങ്കിൽ നോഡ് V, NPM ആണെങ്കിൽ NPM V, ഫയർബേസ് ആണ് ഫയർബേസ് -version പറഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു പാത്ത് ഒക്കെ സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. കണ്ടോ, C എന്ന് പറഞ്ഞിട്ട് നമ്മളെ എൻവയോൺമെന്റ് പാത്ത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഫയർബേസ് വേർഷൻ ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ഫയർബേസ് കമാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഈ പാത്ത് ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കമാൻഡ് പ്രോംപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പവർഷെല്ലാണെങ്കിൽ ഈ കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒരു കമാൻഡ് ഇവിടുന്ന് കോപ്പി ചെയ്യാം കൊടുത്തു. ഇനി നമ്മളിവിടെ എൻ്റർ കൊടുക്കും. ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മൾ ഈ പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വേർഷൻ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ആഡ് ഫയർബേസ് ടു ഫ്ലട്ടർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഫയർബേസ് പ്രൊജക്റ്റ് നമ്മൾ ഏതിനൊക്കെ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നത്. നമ്മൾ ഫയർബേസ് ഓപ്പൺ ചെയ്ത് പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടില്ലേ, ആൻഡ്രോയിഡ് iOS എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ആഡ് എന്ത് ചെയ്യുക, ഈ കമാൻഡ് കൊടുക്കാം. അതായത് നമ്മളെ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് വേണം കൊടുക്കാൻ. എന്താ വെച്ചാൽ നമ്മളെ
പ്രൊജക്ട് ഫോൾഡറിന്റെ അകത്ത് പ്രൊജക്ട് ഫോൾഡർ വരുന്നത് എവിടെ വെച്ചാൽ കമാൻഡ് പ്രോംപ്റ്റില് ഈ ഡ്രൈവിലേക്ക് ഇതിന്റെ അകത്ത് ഉണ്ടോ ഫയർബേസ് 5 ഫയർബേസ് 5 എന്ന് പറഞ്ഞ പ്രൊജക്ട്. അതിനു ശേഷം നമ്മളെ ഫ്ലട്ടർ ഫയർ കോൺഫിഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കൊടുക്കാം. ആണോ ഇതില് മാറ്റങ്ങൾ വരുന്നുണ്ടോ ഇവിടെ? അപ്പോൾ നമ്മളെ ഇമെയിൽ ഐഡിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മളെ ഫയർബേസ് പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ഇവിടെ കാണിക്കും. ഇപ്പൊ 4 പ്രൊജക്റ്റുകൾ അതിലുണ്ട്. അപ്പൊ ഏതിലാണോ വേണ്ടത് വെച്ചാൽ നമ്മൾ അതിൽ പോയിട്ട് നമ്മളിവിടെ സെലക്ഷൻ കൊടുക്കും. ഉണ്ടോ? അപ്പൊ അതില് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എൻ്റർ കൊടുക്കുക. ഇവിടുന്ന് തന്നെ നമുക്ക് പുതിയ ഫയർബേസ് പ്രൊജക്ട് കമാൻഡ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഒന്ന് ഇവിടെ ആൻഡ്രോയിഡിൽ നമ്മളിവിടെ സെലക്ട് ആയിട്ടുണ്ട്. വിച്ച് പ്ലാറ്റ്ഫോം ഷുഡ് ഇവിടെ പറയുന്നുണ്ട്. ആരോ കീ ആൻഡ് സ്പേസ് ടു സെലക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ സെലക്ട് ചെയ്തു. ഓൾറെഡി സെലക്ഷനിലാണ് അത് കിടക്കുന്നത്. സ്പേസ് അടിച്ചാൽ നമുക്ക് സെലക്ഷൻ വരും. നമുക്ക് മാക് OS വേണ്ട, വെബ് വേണ്ട, വിൻഡോസ് വേണ്ട. ഈ 2 ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എൻ്റർ അടിക്കുക. ഇവിടെ സെലക്ഷൻ വന്നിട്ടുണ്ട്. പ്രൊജക്റ്റ് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഉണ്ടോ? ഇവിടെയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഫയർബേസിന്റെ ഡോക്യുമെന്റേഷൻ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. കണ്ടോ ഇവിടെ ഫയർബേസ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫയൽ ജനറേറ്റ് ആയിട്ടുണ്ട്. കണ്ടോ ഇവിടെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫയൽ ജനറേറ്റ് ആവും പറയുന്നത്. ഫയർബേസ് കൺസോളിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള നമ്മളെ ഫയർബേസ് കണ്ടോ ആൻഡ്രോയിഡിനും iOSനും വേണ്ടിയിട്ടുള്ള ആപ്പ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫ്ലട്ടർ സെയിലായി യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിവിടെ നമുക്ക് നമ്മൾ ഏതൊക്കെ ആപ്പാണോ അവിടെ സെലക്ട് ചെയ്യുന്ന വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. ഇവിടെ കണ്ടില്ലേ നമുക്ക് പ്രസ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ കോൺഫിഗറേഷൻ കഴിഞ്ഞാൽ ഇതിൽ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പാക്കേജ്, അതായത് ഫ്ലട്ടറിൽ ഫയർബേസ് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഫയർബേസ് കോർ എന്ന് പറഞ്ഞ പാക്കേജ് നമുക്ക് ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഫ്ലട്ടർ പബ് ആഡ് ഫയർബേസ് കോർ എന്ന് പറഞ്ഞ പാക്കേജ് നമ്മൾ ആഡ് ചെയ്യുക. അതേമാതിരി തന്നെ നമുക്ക് ഇപ്പോൾ പുഷ് നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മെസ്സേജിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതും കൂടി നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ നമ്മൾ ഫ്ലട്ടർ പ്രൊജക്റ്റിന്റെ അകത്ത് അപ്പോൾ അത് ആഡ് ആയിട്ടുണ്ട്, അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇത് ആദ്യം ഇത് റെഡ് ആയിരുന്നു. ഇപ്പോൾ ആ ഒരു പാക്കേജ് ഇതും കൂടി വന്നപ്പോൾ ഇത് എറേഴ്സ് ഒക്കെ പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? നമ്മളെ ഫ്ലട്ടർ വെബ് ആഡ് ഫയർബേസ് മെസ്സേജിങ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ അത് കണക്ഷന് വേണ്ടിയിട്ട് ഈ മെസ്സേജിങ് നമുക്ക് ആവശ്യമില്ല. എന്താ വെച്ചാൽ നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുഷ് നോട്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അത് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ആ ഒരു പാക്കേജ് കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ VS കോഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് നമ്മളെ മെയിൻ .dart വന്നിട്ട് നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം നമ്മളെ പ്രൊജക്റ്റിൽ. അപ്പൊ അതിനായിട്ട് നമ്മളിവിടെ ആഡ് പാക്കേജ് എന്ന് പറഞ്ഞ ആഡ് പാക്കേജ് ഒക്കെ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ 2 സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ഇമ്പോർട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കോപ്പി ചെയ്യാം. ടൈപ്പ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അവിടെ വന്നു. നമ്മളിവിടെ മെറ്റീരിയൽ .dartന് താഴെ നമ്മളിവിടെ കൊടുത്തു. അതിനുശേഷം നമ്മൾ മെയിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാം?
ഇതുണ്ടോ ഈ വിഡ്ജറ്റ്, ഇതും ഈ ലൈനും ഫയർ ബേസ് ഇനിഷ്യലൈസേഷനും കൂടി നമുക്ക് ഇവിടെ കൊടുക്കണം. ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തു. അപ്പൊ ഈ ഇത് നമ്മളൊരു അസിൻക്രണസ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മെയിൻ നമ്മൾ മോഡിഫൈ ചെയ്യാം. ഫ്രണ്ടിൽ പോയിട്ട് ആദ്യം റൺ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ പ്രൊജക്റ്റ് ക്ലോസ് ആയി ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്, പുതുതായിട്ട് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഇതില് നമ്മളുടെ ഫയർബേസ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ആപ്പ് കോഡ് റൺ ചെയ്താൽ റൺ ആപ്പ് കോൾഡ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മളോട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് സക്സസ്ഫുള്ളി ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ഫയർബേസ് ഇനിഷ്യലൈസ് ചെയ്തത് ഇവിടെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറെ ഒരു ഫയർബേസ് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റേ ബട്ടണൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കും. ഇത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് പേജിൽ കൊടുത്താൽ നമ്മളെ പ്രൊജക്റ്റ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഒരു ഡാഷ്ബോർഡിലേക്ക് കോൾ ചെയ്തിട്ടൊക്കെ അങ്ങനെ പോവാം. അപ്പോൾ ഇത് സക്സസ്ഫുള്ളി ആയിട്ട് ഇതായിട്ടുണ്ട്. അപ്പൊ നമ്മളെ പ്രൊജക്റ്റ് നമ്മളിവിടെ ആപ്പ് ഇവിടെ റൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഇതിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ എങ്ങനെ വരുത്താമെന്ന് നോക്കാം.